ഹലോ ഫ്രണ്ട്സ്, ജാവാസ്ക്രിപ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ബബിൾ സോർട്ടാണ്. നമുക്കിപ്പോൾ ഒരു അറേ ഉണ്ടെങ്കിൽ അതിൽ സോർട്ട് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. അത് പ്രകാരം എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് അറേയിൽ ഇപ്പം ഒരു നമ്പർ, ഇപ്പം മൈ അറേ ഉണ്ട്. അതിനകത്ത് 0th, അതായത് ഫസ്റ്റ് എലമെന്റും സെക്കൻഡ് എലമെന്റും തമ്മിൽ ചെക്ക് ചെയ്യും ഇങ്ങനെ. അതിനുശേഷം അടുത്ത ഇത് വരുന്ന രണ്ടാമത്തെ ചെക്ക് ചെയ്തിട്ട് ഇതിനെ ഇപ്പൊ ഒന്നാമത്തെ എലമെന്റ് രണ്ടാമത്തിനൊക്കെ വലുതാണെങ്കിൽ ഒന്നാമത്തത് രണ്ടാമത് പോവും, രണ്ടാമത്തത് ഒന്നാമത് വരും. അതുപോലെ തന്നെ അടുത്തടുത്ത് അങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഒരു രീതിയാണ് നമ്മൾ ബബിൾ സോർട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന് എങ്ങനെ തയ്യാറാക്കുന്നതെന്നുള്ളതാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത്, നമുക്ക് ആദ്യം ഒരു അറേ ക്രിയേറ്റ് ചെയ്യാം. ഇപ്പൊ ഞാൻ മൈ അറേ എന്ന് പറഞ്ഞിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. എന്നിട്ട് അതിനകത്തോട്ട് നമ്പറുകൾ വയ്ക്കാം. ഓർഡർ ഇല്ലാതെ വയ്ക്കുന്നു. നമുക്ക് 1 2 3 4 5 6 7 നമുക്ക് 8 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 8 എലിമെന്റ് ആഡ് ചെയ്തിട്ടുണ്ട് മൈ അറേയിലോട്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോർട്ട് ചെയ്യാം. സോർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഒരു ഫോർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്യുക. ഫോർ a is equal to 0, a less than my arrayയുടെ ലെങ്ത്, my array dot length എന്ന് പറയാം, a plus plus എന്ന് പറയാം. അടുത്ത് എന്തോ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ട്, നമുക്കൊന്നുകൊണ്ടൊന്ന് എഴുതാം. ഫോർ a is equal to 0, a less than my array dot length a plus plus. അതിനുശേഷം അടുത്തത് വീണ്ടും ഒരു ഫോർ ലൂപ്പ് പറയുക. ഫോർ b is equal to ഒന്നാമത്തതും രണ്ടാമത്തതും ചെക്ക് ചെയ്യേണ്ട. ആദ്യത്തെ ലൂപ്പിൽ ആദ്യത്തെ ഇൻഡെക്സ് a ഓഫ് 0 ആണെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യുന്നത് അറേ ഓഫ് 0 ആണെങ്കിൽ അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് അറേ ഓഫ് 1. സോ ഇവിടെ a 0 ആണെങ്കിൽ ഇവിടെ 1 വരണം. അപ്പൊ ആ രീതിയിലാണെങ്കിൽ ഇവിടെ പറയേണ്ടത് a plus 1. എപ്പോഴും a-ക്കാൾ 1 മുമ്പിലായിരിക്കണം b. അതാണ് ഈ ഇൻഡെക്സ് തമ്മിൽ. അതായത് ആദ്യത്തെ നമ്പറിന്റെ ഇൻഡെക്സ് വരുന്നത് a എന്ന് പറഞ്ഞ ഫോർ ലൂപ്പ്. ഇന്ന് രണ്ടാമത്തെ നമ്പറിന്റെ ഇൻഡെക്സ് വരുന്നത് b എന്ന് പറഞ്ഞ അറേയിലോട്ടായിരിക്കും. സോ ഇവിടെ b is equal to a plus 1, b less than my array dot length b plus plus. ഇവിടെ tmb എന്ന് പറഞ്ഞൊരു വേരിയബിള് പറയുക. tmb is equal to 0. tmb-ലോട്ടാണ് നമ്മൾ സ്വാപ്പ് ചെയ്യുന്ന നേരത്ത് ഒരു വാല്യൂ വെക്കുന്നത് ഈ tmb എന്ന് പറഞ്ഞ വേരിയബിളിലോട്ടാണ്. ഇവിടെ എന്നിട്ടൊരു ഇഫ് കണ്ടീഷൻ കൊടുക്കുക. ഇഫ് my array of 0, അതായത് a ഗ്രേറ്റർ ദാൻ, വലുതാണോ, my array of b 1, അടുത്ത നമ്പർ, അതായത് ഒന്നാമത്തെ നമ്പർ വലുതാണ് രണ്ടാമത്തെ നമ്പറിനേക്കാൾ ആണെന്നിരിക്കെ എങ്കിൽ ഈ ലൂപ്പിലോട്ട് വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, tmb-ലോട്ട് ആ വലിയ നമ്പറിനെ വയ്ക്കുക. my array of a എടുത്ത് tmb-ലോട്ട് വയ്ക്കുക. എന്നിട്ട് my array of a-ലോട്ട് my array of b വയ്ക്കുക. രണ്ടാമത്തെ നമ്പർ ഒന്നാമത്തെ നമ്പറിലോട്ട് വയ്ക്കുക. എന്നിട്ട് ആ വലിയ നമ്പറിനെ രണ്ടാമത്താക്കുക. my array of b is equal to ആ ടെമ്പററി ഇരിക്കുന്നത് tmb എന്ന് പറയുക. അപ്പൊ ഇവിടെ സ്വാപ്പിംഗ് നടന്നു. ഇത് വലുതാണെങ്കിൽ മാത്രം, ഒന്നാമത്തെ നമ്പർ രണ്ടാമത്തെ നമ്പറിനൊക്കെ വലുതാണെങ്കിൽ മാത്രം. ഇത്രയും ചെയ്താൽ മതി. നമുക്കിനി അറേ ക്ലോസ് ചെയ്യാം.
സോ ഇത് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് എൻ്റർ അടിച്ചിട്ട് ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്ക് മൈ-അറേ ഒന്ന് പ്രിന്റ് ചെയ്ത് നോക്കാം. ഇപ്പം നമുക്ക് കാണാം മൈ-അറേ 5, 10, 12, 15, 20, 40, 50, 80. ഇപ്പൊ ഇത് കൃത്യമായിട്ട് അസെൻഡിങ് ഓർഡറിൽ സോർട്ടിങ് ആയിട്ടുണ്ട്. ഇപ്പൊ ഇതിന് യൂസ് ചെയ്യുന്ന ടെക്നിക്കാണ് ഈ ഇപ്പൊ എഴുതി കാണിച്ചത്. ഇതിനെ നമ്മൾ പറയുന്നത് ബബിൾ സോർട്ട് എന്നാണ്. അപ്പൊ ഇത് ഡാറ്റ സ്ട്രക്ചർ പഠിക്കുന്നവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പൊ ഇത് ജാവാസ്ക്രിപ്റ്റിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.